സംസ്കൃതിയുടെ കേരള സെറ്റ് ജനറൽ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനിലെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിന്റെ പോയിന്റ്സ് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഫോക്കസ് ഈസ് ഓൺ ദ ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കണം ആ ഒരു ടീച്ചിങ് മെത്തേഡ്സ് എന്നാണ് ഫിലോസഫിക്കൽ എഡ്യൂക്കേഷനിൽ പറയുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫിലോസഫിയിൽ പറയുന്നത്. ഇൻ ടീച്ചിങ് ഹിസ്റ്ററി, എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫോക്കസ് ഓൺ ദ ആക്ഷൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇൻഡിവിജ്വൽസ് ഹു പ്രൊവൈഡ് പോസിബിൾ മോഡൽസ് ഫോർ ദ സ്റ്റുഡൻസ് ഓൺ ബിഹേവിയർ റാദർ ദാൻ എംഫസൈസിങ് ഹിസ്റ്റോറിക്കൽ ഈവൻസ്. ഈ ഫിലോസഫിയിലുള്ള തത്വചിന്തകരൊക്കെ പറയുന്നത്, യാഥാസ്ഥികവാദികളൊക്കെ പറയുന്നത് എന്താണ്? ഈ ടീച്ചർ തന്നെയായിരിക്കണം കുട്ടികളുടെ റോൾ മോഡൽ എന്നാണ്. അല്ലാതെ ടീച്ചർ ക്ലാസ്സിൽ ചെന്ന് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഈവൻസും അതിലുള്ള കുറെ റോൾ മോഡൽസിനെയും നമ്മുടെ ഒരുപാട് മുൻഗാമികളെയും ഒക്കെ കുറിച്ച്, ലീഡേഴ്സിനെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തത് ടീച്ചർ തന്നെ കുട്ടികളുടെ റോൾ മോഡൽസ് ആവണം എന്നാണ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനിൽ പറയുന്നത്. അതുപോലെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നു, ഇറ്റ് ഈസ് ബെറ്റർ ഫോർ എ ലേണർ ടു ബി ഫ്രീ മാൻ ആൻഡ് നോട്ട് എ സ്ലേവ് ഈസ് ദ അക്വിസിഷൻ ഓഫ് നോളജ് ഇൻ ദ അക്വിസിഷൻ ഓഫ് നോളജ്. പ്ലാറ്റോ പറയുന്നത് കുട്ടി വിദ്യ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു അടിമയല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കുട്ടിയെ സ്വതന്ത്രനായിട്ട് വിടാൻ അനുവദിക്കണം എന്നാണ് പറയുന്നത്. ഒരു റെസ്ട്രിക്ഷൻസും കുട്ടിയിൽ അടിച്ചേൽപ്പിക്കാതെ കുട്ടി എന്ത് ചെയ്യണം, ലേണർ എപ്പോഴും ടു ബി ഫ്രീ മാൻ ആൻഡ് നോട്ട് എ സ്ലേവ് എന്നാണ് പ്ലാറ്റോ പറഞ്ഞിരിക്കുന്നത്. ഫ്രീ അറ്റ്മോസ്ഫിയർ വിതൗട്ട് എനി കമ്പൽഷൻസ് ഓർ ചെക്ക്. കുട്ടിക്ക് കൂടുതലായിട്ട് കുട്ടീനെ അങ്ങനെ കാര്യങ്ങൾക്ക് കുട്ടിക്ക് കമ്പൽഷൻസ് ഒന്നും ഇല്ലാതെ ഒരു ഫ്രീ അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യണം പഠിക്കാനായിട്ട്. പഠിതാവിന് നല്ല ഫ്രീ അറ്റ്മോസ്ഫിയർ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് പ്ലാറ്റോ പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പ്ലേ മെത്തേഡ് അറ്റ് എലിമെന്ററി ലെവൽ. കുട്ടിക്ക് എന്ത് ചെയ്യുക, ഒരു പ്ലേവേ മെത്തേഡ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ, കുഞ്ഞു ക്ലാസ്സുകളിലെ കുട്ടികൾ കളിച്ചുകൊണ്ട് പഠിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ക്രിയേറ്റിംഗ് ക്ലൈമറ്റ് വേർ ചിൽഡ്രൻ ലവ് ടു ഗോ ആൻഡ് സ്റ്റേ. അതുപോലെ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ക്ലൈമറ്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. താമസിക്കാനായാലും പഠിക്കാനായാലും ഒക്കെ നല്ല ക്ലൈമറ്റ് വീട്ടിലും സ്കൂളിലൊക്കെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റായി പറയുന്നത്. അതുപോലെ തന്നെ ലേണിംഗ് ബൈ ഡൂയിങ്, കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തനങ്ങളിലൂടെ പഠിക്കുക എന്നാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതിന്റെ അർത്ഥം. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാതെ അത് അവര് തന്നെ ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് പഠിക്കുക. ഇപ്പൊ ഒരു സീഡിന്റെ ഒക്കെ ജെർമിനേഷൻ ആണെങ്കിൽ വിത്ത് മുളയ്ക്കുന്നതും അതൊക്കെ അവരോട് തന്നെ വിത്ത് നടാനൊക്കെ പറഞ്ഞ് ഇപ്പൊ DPP സിസ്റ്റം ഒക്കെ അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവരെ പ്രവൃത്തിയിലൂടെ അവർക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം. മോട്ടിവേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ആർ മസ്റ്റ് ഇൻ ലേണിംഗ്. അതുപോലെ തന്നെ മോട്ടിവേഷൻ കൊടുക്കുക, കുട്ടികളെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി തീർക്കുക. അതൊക്കെ നോളജ് വിച്ച് ഈസ് അക്വയർഡ് അണ്ടർ കമ്പൽഷൻ ഒബ്റ്റെയിൻസ് നോ ഹോൾഡ് ഓൺ ദ മൈൻഡ്. മനസ്സിനെ ഒരു സ്വതന്ത്രമാക്കി വിട്ടുകൊടുത്താലേ കുട്ടിക്ക് ആ മനസ്സിലേക്ക് മുഴുവനായിട്ട് ഹൃദിസ്ഥമാക്കാനായിട്ട് സാധിക്കൂ പഠനം. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കമ്പൽഷൻസ് ഒന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യുക, ഫ്രീ മൈൻഡാക്കി വിടാൻ അനുവദിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് നോളജ് അവിടെ അക്വിസിഷൻ തനിയെ നടന്നോളും. എപ്പോഴും റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോഴും ചീത്ത പറയുമ്പോഴൊക്കെയാണ് കുട്ടിക്ക് നോളജ് അക്വിസിഷൻ നടക്കാത്തത് എന്നാണ് പ്ലാറ്റോയുടെ അഭിപ്രായം. ഡിറക്റ്റിംഗ് യൂത്ത് റാദർ ദാൻ ഫോഴ്സിങ് ദം ടു ലേൺ. ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാതെ അവരെ നല്ല വ്യക്തിയായി, നല്ല പൗരനായി വളരാനായിട്ട് അവർക്ക് വേണ്ട ഡിറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്ലോറേഷൻ ഓഫ് സബ്ജക്ട് ആസ് നോളജ് കംസ് ഫ്രം ക്വസ്റ്റനിങ് ആൻഡ് നോട്ട് ഫ്രം ടീച്ചിങ്. എപ്പോഴും അവരുടെ ചോദ്യങ്ങൾ വന്നോട്ടെ, അവർക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് കൊടുക്കുക, അല്ലാതെ അവരെ ഒരുപാട് പഠിപ്പിക്കേണ്ടതില്ല. അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടി കൊടുത്താൽ മതി എന്നാണ് പ്ലാറ്റോയുടെ അഭിപ്രായം. അവിടെ നോളജ് കുട്ടിക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക് ടീച്ചേഴ്സ് എങ്ങനെയാവണം എന്നുള്ളത് അല്ലേ. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു വ്യക്തിയാണല്ലേ. ടീച്ചേഴ്സ് പ്ലാന്റ് ദ സീഡ്സ് ഓഫ് നോളജ് ദാറ്റ് ലാസ്റ്റ് എ ലൈഫ് ടൈം. നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് ജീവിക്കാനുള്ള അറിവ് തരുന്ന, അല്ലെങ്കിൽ അറിവിന്റെ വിത്ത് നമ്മളിലേക്ക് പാകുന്ന വ്യക്തിയാണ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് ഒരുപാട് റോൾസ് ഉണ്ട് സൊസൈറ്റിയിൽ. അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി അവരുടെ ചുമലുകളിലുണ്ട്.
ഓരോ ക്ലാസ് മുറികളിലും അധ്യാപകർ നല്ല നല്ല വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റോൾസ് ഓഫ് ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ടീച്ചർ മസ്റ്റ് ബി എ ലെക്ചറർ, നല്ലൊരു ലെക്ചറർ ആവണം, കൺട്രോളർ ആവണം, പ്രോംപ്റ്റർ ആവണം, റിസോഴ്സ് പേഴ്സൺ ആവണം, അസസർ ആവണം, കുട്ടികളെ അസസ് ചെയ്യാനും അവർക്ക് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കാനും, ഓർഗനൈസർ ആവണം, പാർട്ടിസിപ്പന്റ് ആവണം, ട്യൂട്ടർ ആവണം, അല്ലേ? അതിനോടൊപ്പം തന്നെ ടീച്ചർ എങ്ങനെയൊക്കെ ആയിരിക്കണം? എക്സ്പേർട്ട് ആയിരിക്കണം, അല്ലെ? നല്ല എക്സ്പീരിയൻസ് വേണം ടീച്ചർക്ക്. അതുപോലെ പാഷനേറ്റ് ആയിരിക്കണം, നല്ലൊരു പാഷൻ, നല്ല ടീച്ചർക്ക് ആ ടീച്ചിങ്ങിനോട് നല്ലൊരു പാഷൻ വേണം. താല്പര്യമില്ലാത്തൊരു ടീച്ചറായ കുട്ടികൾക്ക് അത്രയും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നല്ല പാഷനേറ്റ് ആയിരിക്കണം, ഹ്യൂമറസ് ആയിരിക്കണം, കുട്ടികളോടൊക്കെ തമാശ പറഞ്ഞ് അവരെ ചിരിപ്പിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യം കൂടെ മെച്ചപ്പെടുത്തുന്ന ഒരു ടീച്ചർ ആയിരിക്കണം. റെസ്പെക്റ്റഡ് ആവണം, കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ടീച്ചറെ കണ്ടാൽ റെസ്പെക്ട് തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി ടീച്ചറിൽ ഉണ്ടായിരിക്കണം. കോമ്പീറ്റന്റ് ആയിരിക്കണം, കാരണം ടീച്ചർ എന്നും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയായിരിക്കണം. ലൈഫ് ലോങ് ലേണർ, ടീച്ചർ എന്നും അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കണം, എന്നാലേ കുട്ടികൾക്ക് ആ അറിവ് പൂർണ്ണമായും പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂ. സക്സസ്ഫുൾ ആവണം, നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. ക്രിയേറ്റീവ് ആവണം ടീച്ചർ, ക്രിയാത്മകതയുള്ള വ്യക്തിയാവണം. ഹമ്പിൾ ആവണം, ഹമ്പിൾ ആൻഡ് സിമ്പിൾ ആയിരിക്കണം ടീച്ചർ. അതുപോലെ കെയറിങ് ആയിരിക്കണം, കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു ടീച്ചർ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ടീച്ചേഴ്സിന്റെ റോളായിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് ടീച്ചർ. എന്തൊക്കെയായിരിക്കും ടീച്ചർ നല്ല ക്വാളിറ്റീസ്? എൻത്യൂസിയാസ്റ്റിക് ആയിരിക്കണം ടീച്ചർ, എപ്പോഴും നല്ല എൻത്യൂസിയാസം കീപ്പ് ചെയ്യുന്ന ആളാവണം. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആവണം ടീച്ചർക്ക്, നല്ലൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ടീച്ചർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒപ്റ്റിമിസ്റ്റിക് ആവണം, നല്ല ശുഭാപ്തി വിശ്വാസിയായിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, നല്ല കമ്മ്യൂണിക്കേറ്റർ ആവണം ടീച്ചർ. നല്ലൊരു ഫെസിലിറ്റേറ്റർ ആവണം. അതുപോലെ തന്നെ നല്ലൊരു എംപത്തറ്റിക് ലിസണർ ആവണം, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനും അവർക്ക് പരിഹാരങ്ങൾ, സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എത്തിക്കൽ ആവണം ടീച്ചർ, കാരണം ടീച്ചിങ് നല്ല എത്തിക്സ് ആവശ്യമാണ്. എല്ലാവരോടും ഒരേപോലെ ബിഹേവ് ചെയ്യാനും, അല്ലെ? ഒരു പാർഷ്യാലിറ്റി ഇല്ലാത്ത ഒരു ടീച്ചർ ആയിരിക്കണം. അപ്പൊ മോറൽ എത്തിക്സ് ടീച്ചർ കീപ്പ് ചെയ്യണം. വെൽ പ്രിപ്പയർഡ് ആവണം, നല്ല പ്രിപ്പയർഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ. അതുപോലെ ഗുഡ് ക്ലാസ് റൂം മാനേജർ, ക്ലാസ് റൂം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിവുള്ള നല്ലൊരു ക്ലാസ് റൂം മാനേജർ ആയിരിക്കണം ടീച്ചർ. നെക്സ്റ്റ് ടോപ്പിക്, ഫ്രീഡം ആൻഡ് ഡിസിപ്ലിൻ ഇൻ എഡ്യൂക്കേഷൻ. ത്രൂ ഡിസിപ്ലിൻ കംസ് ഫ്രീഡം, അതായത് ഡിസിപ്ലിനിലൂടെ തന്നെയാണ് ഫ്രീഡം ലഭിക്കുന്നത് എന്ന് പറയുന്നത്. നല്ല ചിട്ടയായ ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ സാധിക്കൂ. Importance of freedom and discipline in education. Discipline is important for all aspects of life. It makes a nation different from others and promotes it as a cultured and civilized nation. എപ്പോഴും ഡിസിപ്ലിൻ വളരെയധികം ആവശ്യകതയുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ. അത് കൾച്ചേർഡ് ആൻഡ് സിവിലൈസ്ഡ് നേഷനെ വാർത്തെടുക്കുന്നത് തന്നെ നല്ല നല്ല ഡിസിപ്ലിനോടുകൂടി വളർന്നിട്ടുള്ള ഓരോ പേഴ്സണാലിറ്റികളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു ആവശ്യമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അതിനായി എൻഷുർ റെഗുലാരിറ്റി ഇൻ വർക്ക്, നല്ല വർക്കുകൾ അന്നന്ന് ചെയ്യുന്ന ഒരു റെഗുലാരിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഓരോരുത്തരും മാറേണ്ടതുണ്ട്. പ്രൊമോട്ട് സിമിലാരിറ്റീസ്, അതുപോലെ തന്നെ നമ്മൾ സിമിലാരിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നവരായി തീരുക, എല്ലാവരും ഒരേ രീതിയിൽ ഉള്ള, അതായത് നല്ല ചിട്ടയായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ സിമിലാരിറ്റീസ് പാലിക്കുക. വേസ്റ്റേജ് ഓഫ് ടൈം ഈസ് കൺട്രോൾഡ്, നമ്മുടെ സമയം അധികം പാഴാക്കാതിരിക്കുക, അതിനെ നല്ല രീതിയിൽ വിനിയോഗിക്കുക. സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഈസ് എൻഹാൻസ്ഡ്, നമുക്ക് ഓരോരുത്തരിലുമുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ നന്നായിട്ട് ചെയ്തു തീർക്കുക. പാർട്ടിസിപ്പേഷൻ ഈസ് അഷ്വേർഡ്, നമ്മുടേതായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻസ് ഉറപ്പുവരുത്തുക. എൻഫോഴ്സ് അവയർനെസ് ഓഫ് റെസ്പെക്ടിങ് ലോസ് ആൻഡ് റൂൾസ്, നമ്മുടെ നിയമങ്ങളെയും ചിട്ടവട്ടങ്ങളെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാവുക, അത് പാലിക്കുകയും ചെയ്യുക. റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി, നമ്മുടെ റിസോഴ്സസ് ഒക്കെ, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആയാലും നമ്മുടെ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആയാലും എല്ലാം നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക. അതൊക്കെ തന്നെയാണ് നല്ല ഫ്രീഡവും ഡിസിപ്ലിനും ഒക്കെ നമ്മുടെ എഡ്യൂക്കേഷനിൽ കീപ്പ് ചെയ്യാനുള്ള മാർഗങ്ങൾ.